ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ്. AMP305 എന്ന് പറഞ്ഞിട്ടുള്ള K2 ലെറ്ററിൽ വരുന്ന S5 AI ആൻഡ് ഡാറ്റ സയൻസ് പറഞ്ഞിട്ട് സിലബസിൻ്റെ വരുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 5 മൊഡ്യൂൾ ഉണ്ട് ടോട്ടൽ. താഴത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഓവർവ്യൂ ഓഫ് മെഷീൻ ലേണിംഗ്. അതിൽ വരുന്നത് മെഷീൻ ലേണിംഗ് എന്താണ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് പാരഡൈംസ്, അതായത് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, സെമി സൂപ്പർവൈസ്ഡ്, റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ്, അതൊക്കെ. എന്നിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്, അതായത് ഇൻപുട്ട് റെപ്രസെന്റേഷൻ, ഹൈപ്പോത്തസിസ് ക്ലാസ് എന്താണ്, വേർഷൻ സ്പേസ് എന്താണ്, റാപ്പിംഗ് ടെർനോപ്സ്, അതായത് BC ഡയമെൻഷൻസ്, പിന്നെ പാക്ക് ലേണിംഗ്, പിന്നെ നോയ്സ് ലേണിംഗ്, മൾട്ടിപ്പിൾ ക്ലാസ്സസ്, മോഡൽ സെലക്ഷൻ, യൂട്ടിലൈസേഷൻ, അതൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പിന്നെ സെക്കൻഡ് മോഡ്യൂളിൽ വരുമ്പോൾ ഡയമെൻഷനാലിറ്റി ഡിഡക്ഷൻ, അതായത് PCA, അതായത് പ്രിൻസിപ്പൽ കമ്പൗണ്ട് അനാലിസിസ്, സബ്സെറ്റ് സെലക്ഷൻ, അതൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ റിഗ്രഷൻ, അതായത് സൂപ്പർവൈസ് ലേണിംഗിൽ 2 ടൈപ്സ് ഉണ്ട്, അതായത് ക്ലാസിഫിക്കേഷനും റിഗ്രഷനും. ഈ റിഗ്രഷൻ ടൈപ്പാണ് ഈ സെക്കൻഡ് മോഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ലീനിയർ റിഗ്രഷൻ വിത്ത് 1 വേരിയബിൾ ഉണ്ട്, ലീനിയർ റിഗ്രഷൻ വിത്ത് മൾട്ടിപ്പിൾ വേരിയബിൾസ്, ഗേഡ്നിസിന്റെ അൽഗോരിതം, മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബേസിക് ഐഡിയ ഓഫ് ഓവർ ഫിറ്റിംഗ് in regression, linear methods for classification, logistic regression, bias, decision tree, ID3 അൽഗോരിതം, അതൊക്കെ. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് നെയ് ബയാസും അതേപോലെ തന്നെ ഡിസിഷൻ ട്രീയുടെ അൽഗോരിതംസ് ആണ്. ഈ 2 ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ബി പാർട്ടിൽ മെയിൻ ആയിട്ട് ചോദിക്കാറ്. പിന്നെ ഒരു കേസ് സ്റ്റഡി വരുന്നുണ്ട്, മറ്റേ ഡെവലപ്പ് ക്ലാസിഫയർ ഫോർ ഫേസ് ഡിറ്റക്ഷൻ. അത് മെയിൻ ആയിട്ട് ചോദിക്കാൻ ഒരു കേസ് സ്റ്റഡി പോലെ പഠിച്ചു വെക്കാനാണ്. പിന്നെ മൊഡ്യൂൾ 3 വരുന്നത് ക്ലാസിഫിക്കേഷൻ, അസസ്മെന്റ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ സൂപ്പർവൈസ് ലേണിംഗിന്റെ തന്നെ രണ്ടാമത്തെ ടൈപ്പാണ്. അതായത് ഒന്ന് ക്ലാസിഫിക്കേഷൻ, ഒന്ന് റിഗ്രഷൻ. റിഗ്രഷൻ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചതുപോലെ തന്നെ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പെർഫോമൻസ് മെഷേഴ്സ്, അതായത് നമുക്കൊരു ട്രൂത്ത് ടേബിൾ പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൽ. ലൈക്ക് അതായത് നമുക്ക് വെച്ചിട്ട് പ്രിസിഷൻ, റീകോൾ, ആക്യുറസി, എഫ് മെഷർ, അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ROC, അതായത് റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്, അതായത് ROC കർവ്, പിന്നെ AUC, ഏരിയ അണ്ടർ കർവ്, ബൂട്ട് സ്ട്രാപ്പിംഗ്, ക്രോസ് വാലിഡേഷൻ, പെർസെപ്ട്രോൺ. അത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്സിന്റെ ഭാഗത്തേക്കാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഭാഗം എന്ന് പറയുമ്പോൾ ആ ക്രോസ് വാലിഡേഷന്മാർ മാത്രമാണ്. പിന്നെ നമ്മൾ പെർസെപ്ട്രോണിക്ക് കിടക്കുമ്പോഴാണ് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ കിടക്കുക. അത് നമുക്ക് S6 നമുക്ക് AN എന്ന് പറഞ്ഞിട്ട് സബ്ജക്ട് ഉണ്ടാവും പഠിക്കാൻ. അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഈ പെർസെപ്ട്രോൺ, മൾട്ടി ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്, ആക്ടിവേഷൻ ഫംഗ്ഷൻ, അതൊക്കെ മെയിൻ ആയിട്ട് പഠിക്കേണ്ട അതിലാണ്. ഇതിനൊരു ബേസ് പോലെ പഠിച്ചാൽ മതി. പിന്നെ മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ പാരാമീറ്റർ എസ്റ്റിമേഷൻ ആൻഡ് SVM ക്ലാസിഫയർ. അപ്പോൾ ഈ പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ മറ്റേ MLE മെത്തേഡ്, MAP മെത്തേഡ്, ബയാസ് വേരിയന്റ് ഡീകമ്പോസിഷൻ, ട്രേഡ് ഓഫ്, അങ്ങനത്തെ കുറേ സംഭവം പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ SVM എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ട്, അതായത് ഈ മൊഡ്യൂൾ 4 14 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് SVM. അതേപോലെ തന്നെ SVMത്തിന്റെ മാക്സിമം മാർജിനൽ ഹൈപ്പർപ്ലേസ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, എന്താണ് കേർണൽ ട്രിക്ക്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെയാണ്, അതായത് ഇത് ഫുള്ളി ബേസ്ഡ് തിയറിയാണ്. ഈ മൊഡ്യൂൾ ഫുൾ ബേസ്ഡ് തിയറിയാണ്, അതായത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല മൊഡ്യൂൾ 4. പ്രോബ്ലംസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു SVM ഡിസൈൻ ചെയ്യാൻ വേണമെങ്കിൽ പറയും. അതായത് ഒരു SVM ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ്സസിനെ രണ്ടാക്കി തരംതിരിക്കുക, അതായത് പോസിറ്റീവ് ക്ലാസ്സിന് പോസിറ്റീവിക്കും നെഗറ്റീവ് ക്ലാസ്സിന് നെഗറ്റീവിക്കും എങ്ങനെയാക്കാന്ന്. അത് പിന്നെ മാത്തമാറ്റിക്സ് ബിഹൈൻഡ് മാക്സിമം മാർജിൻ ക്ലാസിഫിക്കേഷൻ, ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ സോഫ്റ്റ് മാർജിൻ SVM ക്ലാസിഫയർ, അതേപോലെ തന്നെ നോൺ ലീനിയർ SVM, പിന്നെ കേർണൽസ് ഫോർ ലീനിയർ ലേണിംഗ്, നോൺ ലീനിയർ ഫംഗ്ഷൻസ്, പോളിനോമിയൽ കേർണൽ, അതായത് കുറെ കേർണൽസ് നമ്മൾ പഠിക്കാനുണ്ട്. അതായത് ആക്ടിവേഷൻ ഫംഗ്ഷൻ പോലെ തന്നെ ഉള്ള സംഭവമാണ് ഈ കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേർണൽ ട്രിക്ക്, അതാണ് മെയിൻ ടോപ്പിക്സ് ഈ മൊഡ്യൂൾ 4 വരുന്നത്. അതേപോലെ തന്നെ മൊഡ്യൂൾ 5 ബേസ്ഡ് തിയറി ബേസ്ഡ് ആണ്. പക്ഷെ ഇതിലൊരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ്, അതായത് K-മീൻസ് ക്ലസ്റ്ററിംഗ് വഴി വരാം. അതേപോലെ തന്നെ DB സ്കാൻ്റെ, അതായത് ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ്, അതായത് DB സ്കാൻ, അതിന്റെ പ്രോബ്ലംസ് വേണമെങ്കിൽ വരാം. മെയിൻ ആയിട്ട് വരുന്നത് K-മീൻസും DB സ്കാൻ്റെ പ്രോബ്ലംസും ആണ്. അതേപോലെ തന്നെ ഈ എൻസെമ്പിൾ മെത്തേഡ്സ്, അതായത് വോട്ടിങ്, ബാഗിങ്, ബൂസ്റ്റിങ്, അത് വേണമെങ്കിൽ ഒരു പാർട്ടായിട്ട് ചോദിക്കാം. അതായത് ബി പാർട്ടിൽ 19ാമത്തെ A ആയിട്ട് ഇത് വെച്ചാൽ
ബി എ ആയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചോദിക്കും, ഡി ബി സ്കാനിന്റെ പ്രോബ്ലം അതോ കെ മീൻസിന്റെ പ്രോബ്ലം ചോദിക്കും. അതേപോലെ തന്നെ ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ മറ്റേ സിമിലാരിറ്റി മെഷേഴ്സ്, അതായത് നമുക്ക് കുറെ സാധനങ്ങളുണ്ടല്ലോ, ലൈക്ക് അഗ്ലോമെട്രി ക്ലസ്റ്ററിംഗ്, ഡിസി ക്ലസ്റ്ററിംഗ്, അങ്ങനെ കുറെ ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഫിഫ്ത്ത് മോഡിലെത്തുമ്പോൾ പഠിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ എക്സ്പെൻഷൻ മാക്സിമൈസേഷൻ ഓഫ് സോഫ്റ്റ് ക്ലസ്റ്ററിംഗ് ഉണ്ട്, പിന്നെ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ്, പിന്നെ ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ്, അതൊക്കെ കുറെ നമുക്ക് പഠിക്കാവുന്നതാണ്. അതായത് മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ പകുതി തിയറിയും പകുതി പ്രോബ്ലം. മെയിൻ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന മൊഡ്യൂൾസ് മൊഡ്യൂൾ 2ഉം അതേപോലെ തന്നെ മൊഡ്യൂൾ 3യിലും നമുക്ക് വെച്ചിരിക്കാവുന്നതാണ്. ഇവിടെ കൺഫ്യൂഷൻ മെട്രിക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാവുന്നതാണ്. അതായത് കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസൈൻ ചെയ്യാനും പറയും, ഒരു പ്രോബ്ലം കൺഫ്യൂഷൻ മെട്രിക്സ് ഡിസൈൻ ചെയ്യാനും പറയും. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ പ്രിസിഷൻ, റീകോൾ, ആക്യുറസി, എഫ് മെഷർ, അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കും. അതിന് കുറച്ച് ട്രിക്കുകൾ ഉണ്ട്, നമുക്ക് പഠിക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ AMT 305 എന്നിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിന്റെ ഫുൾ സിലബസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഫസ്റ്റ് മോഡ്യൂൾ തുടങ്ങാവുന്നതാണ്.